ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ 3n+1 ഇൻറ്റു 3m+1 ഈ രീതിയിൽ രണ്ട് ഇക്വേഷൻ അല്ലെങ്കിൽ ഈ രീതിയിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂടുതലുള്ളതാണ്. ഇതോ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂടുതലുള്ള മറ്റൊരു നമ്പറാണ്. എമ്മും എന്നും വേറെ വേറെ എലമെന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 3 ഇൻറ്റു ആക്ച്വലി 3mn പ്ലസ് m പ്ലസ് n പ്ലസ് 1 ഇത് വരുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ ആക്ച്വലി നമ്മൾ ഇവിടെ പറഞ്ഞ കൺക്ലൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ ആ രണ്ട് നമ്പേഴ്സും 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂടുതലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് കിട്ടിക്കഴിയുന്ന നമ്പറും എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതിനോട് 1 കൂടുതലുള്ളതായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതേപോലെ തന്നെ വേറെ ഏത് നമ്പർ ആണെങ്കിലും ഇതാ നമ്മൾ കണ്ടതാണ്. ഇപ്പം നമ്മളിപ്പോ 3m+1 3n+1 ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അതേപോലെ ഏത് നമ്പർ ആണെങ്കിലും ഇവിടെ കാണുന്ന പോലെ 2m+1 അതേപോലെ 2n+1 എന്ന് പറഞ്ഞാൽ ഈ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് നമ്പർ, അത് എന്താ പറയാ, റിമൈൻഡർ ഓരോന്നാണ് ഇവിടെയും വരുന്നതെങ്കിൽ അത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ എന്താ പറയാ, ഈ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 1 റിമൈൻഡർ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 4ന്റെ കേസ് എഴുതാൻ പറ്റും. എങ്ങനെ? 4 ഇൻറ്റു n+1 ഇൻറ്റു 4 ഇൻറ്റു m+1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 4ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതായിരിക്കും. ഏതുപോലെ? 2 മൾട്ടിപ്പിൾ 3 മൾട്ടിപ്പിൾ അതേപോലെ ഒരു മാറ്റവും. സിമിലർ ആയിട്ട് ഏത് നമ്പറും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇഫ് യു എക്സ്പാൻഡ് ദിസ്, ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 4 ഇൻറ്റു 4mn പ്ലസ് m പ്ലസ് n ഇത് ആ ഒരു 4ന് ഉള്ളിൽ വരുന്ന ബ്രാക്കറ്റ് ആയിട്ട്, ബാക്കി ഈ 1 ഇൻറ്റു 1 റിമൈൻഡർ ആയിട്ടും വരും. അപ്പൊ അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ കേസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ്. ഒരുപാട് നമ്പേഴ്സിന് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ഗസ് എ ജനറലൈസേഷൻ ദെൻ പ്രൂവ് വിത്ത് യൂസിങ് ഓൾജിബ്ര. ഇപ്പൊ താഴെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ജനറൽ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും വേണം. അതേപോലെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആൾജിബ്ര വെച്ചിട്ട് അത് എന്തുകൊണ്ട് അങ്ങനെ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും വേണം. ഇതാണ് നമ്മുടെ ടാസ്ക്. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ റിമൈൻഡർ got on division by 3, the product of two numbers, one of which leaves a remainder 1 and one a remainder 2 എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട്. 3 കൊണ്ട് ഹരിച്ചാൽ 1 റിമൈൻഡർ കിട്ടുന്ന ഒരു നമ്പറും 3 കൊണ്ട് ഹരിച്ചാൽ 2 റിമൈൻഡർ അല്ലെ 2 മിച്ചം കിട്ടുന്ന വേറൊരു നമ്പറും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് റിമൈൻഡർ ആണ് നമ്മൾ വീണ്ടും ഈ ഒരു 3 കൊണ്ട് ഹരിച്ചാൽ ഉണ്ടാവുക, അതാണ് 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എന്താണ്, അതാണ് നമ്മൾ ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അത് നമ്മൾ ബീജഗണിത രൂപം അല്ലെങ്കിൽ നമുക്ക് ബൈ യൂസിങ് സം ഓൾജിബ്ര നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ജനറൽ ഫോം കണ്ടുപിടിക്കുകയും വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒന്ന് ചെയ്തു നോക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഉം അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ലെറ്റ് 3nm+1 ആൻഡ് 3n+2 ആർ ദ നമ്പേഴ്സ്. നമ്മൾ എന്തൊക്കെ എടുത്തേ? 3m+1 ഇതെന്ന് പറഞ്ഞാൽ എന്താ? 3 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. ഇതോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 2 കിട്ടും. ഇതിനെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 3n/3 നിങ്ങൾക്ക് n കിട്ടും, പ്ലസ് 2/3 റിമൈൻഡർ 2. അത് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. സോ ഈ രണ്ട് നമ്പർ ആണ് ഇന്ന് നമ്മൾ എടുത്തു. മലയാളം മീഡിയക്കാരാണ് എന്താ എഴുതുക? ഞാനിവിടെ എഴുതുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റുക? ഇവിടെ 3m
പ്ലസ് 1 കോമ 3n പ്ലസ് 2. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ നമ്പർ എന്ന് അല്ലെ നമ്മുടെ സംഖ്യകൾ എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് വരിക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇത് ജനറലൈസ് ചെയ്യാൻ പറയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറയുമ്പോഴാണ് ഈ ഇക്വേഷനിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞത് എന്താണ്? കുറേ എക്സാമ്പിൾ എടുക്കുക. ഇവിടെ പറഞ്ഞ കണ്ടോ, ചുവടെ പറയുന്ന ഓരോ കാര്യവും പല സംഖ്യകൾ എടുത്ത് പരിശോധിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഇത് ലാസ്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3m+1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാം. ഏറ്റവും ആദ്യം എക്സാമ്പിൾ നാലും 6ഉം. ഈ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ റിമൈൻഡർ 1, 6 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 2 അല്ലെ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഒരു സെക്കൻഡ്, 4ഉം 6ഉം എടുക്കാൻ പറ്റില്ല, 4ഉം 5ഉം അല്ലേ എടുക്കാൻ പറ്റുക. ഇവിടെ റിമൈൻഡർ 2 അല്ലേ, സോറി ഇവിടെ 6 അല്ല, ഇവിടെ 5 ആണ് വരിക, സോറി. സോ ഇവിടെ നമുക്ക് 4ഉം 5ഉമാണ് എടുക്കാൻ പറ്റുക. നാല് ഇൻറ്റു 5 20 വരിക. ഇനി നിങ്ങൾ എന്താ നോക്കേണ്ടത്? 20/3 ചെയ്ത് കഴിഞ്ഞാൽ 20/3 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര ഉണ്ടാവുക? 20/3 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 ആണ് വരിക. അതെങ്ങനെ 2 ആവുന്നത്? 20/3 ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 18ൽ 3 എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. 18 എന്ന് പറയുന്നത് 3 × 6 ആണ്. അപ്പൊ 18 കഴിഞ്ഞാൽ ബാക്കി എത്ര റിമൈൻഡർ ഉണ്ട്? ബാക്കി 2 ആണുള്ളത്. സോ ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ പറയേണ്ടത്. സോ നമ്മളോട് ഒരു എക്സാമ്പിളോ 2 എക്സാമ്പിളോ അല്ല എടുക്കാൻ പറഞ്ഞു, ഒരുപാട് എക്സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ മാത്രമാണ് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി എക്സാമ്പിൾ എടുത്തിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു 7 എടുക്കാം, ഒരു നമ്പർ. അതേപോലെ തന്നെ അടുത്ത നമ്പർ നമുക്കൊരു എന്താ എടുക്കുക? 5 എടുക്കാം. 7ഉം 5ഉം എടുക്കാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ 6, അതിനോട് 1 കൂട്ടുന്നതാണ്. ഇത് 3ന്റെ മൾട്ടിപ്പിൾ 3, അതിനോട് 2 കൂട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 7 × 5 = 35 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35/3 ചെയ്താൽ നമുക്കറിയാം 33 എന്ന് പറഞ്ഞാൽ 11 × 3 ആണ് 33 അല്ലെ. അപ്പൊ ഇവിടെയും റിമൈൻഡർ എന്താ? 2 ആണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. അതായത് നമ്മൾ വേറൊരു എക്സാമ്പിൾ ഏതാ എടുക്കുക? ഇവിടെ ഒരു 7ഉം അതേപോലെ തന്നെ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, 7ഉം അതേപോലെ തന്നെ നമുക്ക് 11ഉം എടുക്കാം. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്നത്. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിൾ 9നോട് 2 കൂട്ടുന്നത്. ഇതോ 6നോട് 1 കൂട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 7 × 11 = 77. ഈ 75 ഒരിക്കലും എന്താവില്ല? 3ന്റെ മൾട്ടിപ്പിൾ ആവില്ല. കാരണം 77/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, നേരത്തെ നമ്മൾ ഇവിടെ 11 എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 77/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ് വരിക, 25. പക്ഷേ അതിന്റെ റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇതുവരെ നമ്മൾ ചെയ്ത പോലെ 2 തന്നെയാണ് വരിക. അപ്പൊ നമ്മൾ 3 എക്സാമ്പിൾ എടുത്തു. 3 എക്സാമ്പിളിലും നമുക്ക് എന്താ കിട്ടിയത്? റിമൈൻഡർ 2 ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന നമ്പറും 3ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്ന നമ്പറും പ്രൊഡക്റ്റ് എടുത്ത് അതിനെ നമ്മൾ 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത്? റിമൈൻഡർ 2 എന്നാണ് ആൻസർ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്താ പറയാ, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ 2 ഇക്വേഷൻ എഴുതാം.
that is 3m plus 1 into 3n plus 2 is equal to ലാസ്റ്റ് എന്തുകൊണ്ട് 2 വരുന്നത്? 1 into 2 ആണ് എന്ത് ചെയ്യുക ഇവിടെ ലാസ്റ്റ് വരെ. ഇവിടെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഫോർമുലയാണ്. ഇവിടെയും 1 ഇവിടെയും 1 വന്നപ്പോൾ എന്താ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. സോ അതേപോലെ ഇവിടെ എന്ത് വരും? റിമൈൻഡർ 2 വരും. ഇതാണ് ഇതിന്റെ റീസൺ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഇതെല്ലാ ടേമും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 3 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ നിങ്ങൾക്ക് എന്താ റിമൈൻഡർ കിട്ടുക? റിമൈൻഡർ 2 ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ 3 എക്സാമ്പിൾ ചെയ്തു. എല്ലാ എക്സാമ്പിളും ഒരു മാറ്റവും എല്ലാ എക്സാമ്പിളിലും റിമൈൻഡർ 2 ആണ്. അതിന്റെ കാരണം ഈ ഒരു 2 ആണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയാണ് the remainder got on division by 4. The product of two numbers on one of which leaves a remainder of 1 and 1 a remainder 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1ഉം റിമൈൻഡർ 2ഉം കിട്ടുന്ന രണ്ട് നമ്പർ അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് എടുക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് വീണ്ടും ഹരിക്കുക. അപ്പൊ എന്താണ് മെച്ചം? റിമൈൻഡർ വരിക, മെച്ചം വരിക, മിച്ചം. അതാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ നോക്കിയേ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 അല്ലേ. സോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കുറെ എക്സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് ഏറ്റവും ആദ്യം നമുക്ക് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ അല്ലേ, നമുക്കൊരു 5 എടുക്കാം. അതേപോലെ തന്നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ, അത് നമുക്ക് 6 എടുക്കാം. കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പ്രൊഡക്റ്റ് is equal to 5 into 6 30 അല്ലെ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ റിമൈൻഡർ 1 അതേപോലെ തന്നെ റിമൈൻഡർ 2 ഇങ്ങനെയുള്ള രണ്ട് നമ്പർ എടുത്തു, പ്രൊഡക്റ്റ് എടുത്തു. 5 6 30. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 30 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 7 റിമൈൻഡർ 2. 7 ആണ് ആൻസർ വരിക. 4 7 28. ബാക്കി റിമൈൻഡർ എത്രയുണ്ട്? റിമൈൻഡർ 2 ആണ് വരിക. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ 1 2 നമ്പർ എടുക്കാം. സോ രണ്ടാമതായിട്ട് നമ്മളോട് ഒരുപാട് എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 1 എടുക്കാം. അതേപോലെ ഇവിടെ ഇത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബൈ 4 ചെയ്ത് എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 6 എടുക്കുക. പ്രൊഡക്റ്റ് 1 into 6 6 ആണ് വരിക അല്ലെ. സോ 6/4 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1 വിത്ത് റിമൈൻഡർ 2 ആണ്. ഒരേ കാര്യം, നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് അതേ കാര്യമാണ് കിട്ടിയത്, ഒരു മാറ്റവും. ഇനിയിപ്പോ വേറെ എക്സാമ്പിൾ വേണോ? വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ 5ഉം അതേപോലെ തന്നെ 10ഉം എടുത്തോളൂ. 5ഉം 10ഉം 5 and 10. പ്രോഡക്റ്റ് 5 10 50 വരും അല്ലെ. ഇനി 50/4 ഈക്വൽ ടു 50ൽ എത്ര 4 ഉണ്ട്? ഇവിടെ നമുക്കറിയാം 48ൽ 12 ആണ് വരിക അല്ലെ. സോ 6 8 48. സോ 4 12 48. സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 12 ആണ് വരിക. റിമൈൻഡർ 48ലേക്ക് റിമൈൻഡർ എന്ത് തന്നെ വരിക? 2 തന്നെയാണ് വരിക. ഇനി എന്തുകൊണ്ട് ഇവിടെ ഫുള്ള് 2 തന്നെ വരുന്നു? അത് നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെ? ബൈ റൈറ്റിംഗ് ദ ഓൾജിബ്രിക് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ മലയാളം പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മലയാളത്തിൽ എഴുതുക. എന്താ എഴുതേണ്ടത്? ഉദാഹരണമായി 5 6 എന്ന നമ്പർ എടുക്കാം, എന്ന സംഖ്യ എടുക്കാം. എന്നിട്ടോ അതിന്റെ ഗുണനഫലം 5 ഗുണം 6 30. എന്നിട്ട് ഇത് അതേപോലെ എഴുതിയാൽ മതി. 30/4
ഈക്വൽ ടു 7, ശിഷ്ടം 2. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഈ 2 കേസും കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ പറയാം എല്ലാ കേസിലും ശിഷ്ടം എത്രയാണ്, 2 ആണ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ബീജഗണിത രൂപത്തിൽ ഇതെങ്ങനെ വേരിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബൈ ഓൾജിബ്ര, ബീജഗണിത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും ലെറ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം 4m+1 4n+1 ആണ് 2 നമ്പർ എന്ന് നമ്മൾ എടുത്തു. ലെറ്റ് 4m+1 ആൻഡ് 4n+2 ആർ ദ 2 നമ്പേഴ്സ് നമ്മൾ എടുത്തു. മലയാളത്തിലാണെങ്കിൽ 4m കൂട്ടണം 1, അതേപോലെ 4n കൂട്ടണം 2. ഇവയാണ് 2 സംഖ്യകൾ എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുക്കണം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഗുണനം എടുക്കണം. സോ നമുക്ക് പറയാൻ പറ്റും 4m+1 into 4n+2. This is equal to 4 into 4m into ഇത് ഫുള്ള് ചെയ്യണമെങ്കിൽ ഫുള്ള് ചെയ്യട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ പറയാൻ എന്താ വരിക, 16 into mn+4m+4n+2 എന്നാണ് വരിക. അല്ലെങ്കിൽ ഫുള്ള് നമുക്ക് ചെയ്യാം, ഒരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ എഴുതണം എന്നേ ഉള്ളൂ. സോ ഇവിടെ 16mn+4m+4n+2. ഇതെങ്ങനെ വന്നത്, ഒന്നുമില്ല, ഇവിടെ 4m into 4n 16mn, 4m into ആക്ച്വലി ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 4m into 2 എന്ന് പറയുമ്പോൾ ഇത് 8m വരും അല്ലെ, ഇത് 8m വരും. ഓക്കെ, സോ 8m വരും. അതേപോലെ തന്നെ 4n into 1 എന്ന് പറയുമ്പോൾ അത് 4n വരും അല്ലെ. ലാസ്റ്റ് നമുക്ക് ഇവിടെ 2 വരും. ഓക്കെ, ലാസ്റ്റ് നമുക്ക് അവിടെ 2 വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് എന്ന് പറഞ്ഞാൽ 4 നമ്മൾ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ mn+2m+n+2 എന്നാണ് വരിക. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിലും ഇത് തന്നെയാണ് വരിക, നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലും ഇത് തന്നെയാണ് വരിക. സോ ഇവിടെ ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്, ഇവിടെ ഒരു 2m എന്ന് പറയുന്ന ഒരു ടേം വരും. വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും 3ന്റെ പ്രൊഡക്റ്റിനോട് 2 കൂടുതലുള്ളതാണ്, അപ്പൊ അത് മാത്രമേ ഉള്ളൂ. സോ അതെന്തുകൊണ്ടാണ് 2m വരുന്നത്, 2 into 3m 6m അല്ലേ വരിക, 2 into 3m 6m അല്ലേ വരിക, അതുകൊണ്ടാണ് ഇത് വരുന്നത്. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് വാല്യൂ വരിക എന്ന് പറയാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ നോക്കി ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരിക, 2 തന്നെയാണ് റിമൈൻഡർ വരിക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു ഫോം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തോളി, ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 2 നമ്പർ എടുത്തിട്ട് തിരിച്ച് ഈ ഓർഡറിൽ ഫോം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് എഴുതാണ് നല്ലത്, കാരണം ഇത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 3mn+m+n ആണ്. അപ്പൊ അത് കാരണമാണ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, 3m+1 into 3n+1 equal to 3 into 3mn+m+n+1 ഇതാണ് വരിക. സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഇനി അതിൽ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ദ ഡിഫറൻസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ് ആൻഡ് ദ 2 in the middle of 6 consecutive natural numbers. അപ്പൊ ഇത് ഒരുപാട് എക്സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇക്വേഷൻസ് ഓൾജിബ്രിക് ഫോമിൽ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ലെറ്റ്, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് 1 2 3 6 നമ്പർ അല്ലെ, 4 5 6 ആദ നമ്പേഴ്സ്. എന്നിട്ടോ ഇവിടെ പറഞ്ഞ എന്താ, ദ ഡിഫറൻസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ്. ആദ്യം 1ഉം 6ഉം ചെയ്യണം, അതേപോലെ പിന്നെ എന്ത് ചെയ്യണം, 3ഉം 4ഉം ചെയ്യണം. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡിഫറൻസ് മിഡിലുള്ള 2 നമ്പർ 3 4 ആൻഡ് 1 into 6
ഇതെന്താ വരിക? 3 × 4 മൈനസ് 1 × 6. 12 മൈനസ് 6 എത്ര വരിക? ഇവിടെ നമുക്ക് പറയാൻ പറ്റും 12 മൈനസ് 6 ഇസ് ഈക്വൽ ടു 6 ആണ് വരിക. സോ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 6 ആണ് വരിക. ഇനി ഒരു എക്സാമ്പിൾ പോരല്ലോ, ഇനിയും കുറെ എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞില്ലേ, നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 6 നാച്ചുറൽ നമ്പർ, 6 എണ്ണൽ സംഖ്യകളാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇതാണ് നമ്പർ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ വീണ്ടും 6 തന്നെ വന്നു അല്ലെ, വീണ്ടും 6 തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മുടെ ഇക്വേഷൻ ഫോമിൽ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് 6 നമ്പർ എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 5 6 നമ്പേഴ്സ് എടുത്തു. എന്നിട്ടോ എൻഡിലുള്ള 2 നമ്പറിന്റെയും ഉള്ളിലുള്ള 2 നമ്പറിന്റെയും പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് കാണുക. ഇതന്നെയല്ലേ ചെയ്യുന്ന മിഡിലുള്ള 2 നമ്പർ അല്ലേ, നോക്കിക്കോളൂ പ്രോഡക്റ്റ്. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലുള്ള മിഡിലുള്ള 2 നമ്പറിന്റെ പ്രോഡക്റ്റ് എടുത്തു. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 3 3x, 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു 3 6. അതേപോലെ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 5 5x. ഇനി നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണാൻ പോവാണേ. എന്താ ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും ഈ 5x-ഉം ഈ 5x ഒക്കെ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? 6 ആണുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ 2 എക്സാമ്പിൾ ചെയ്തപ്പോഴും കിട്ടിയത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് സെവറൽ എക്സാമ്പിൾസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 2 എണ്ണം ചെയ്തിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. എപ്പോഴും ഈ ഒരു രൂപത്തിലാണ് അവിടെയുള്ള കാൽക്കുലേഷൻ വരുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് 6 കിട്ടുന്നത്. ഇനി മലയാള മീഡിയക്കാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ, ആദ്യമായിട്ട് നമ്മൾ 1 2 3 4 5 6 എന്ന സംഖ്യകൾ എടുക്കുക എന്ന് പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ 2 അറ്റത്തുള്ള നമ്പറിന്റെ ഗുണനഫലവും മധ്യത്തിലുള്ള 2 നമ്പറിന്റെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ വ്യത്യാസം കണ്ടുപിടിക്കുക. ഇപ്പം ഒരു എക്സാമ്പിളിൽ 6 കിട്ടി, വേറൊരു എക്സാമ്പിൾ എടുത്താൽ അതിനും 6 കിട്ടി. നിങ്ങൾ ഇനി എത്ര എക്സാമ്പിൾ എടുത്താലും അതേ കിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതുക. നമ്മൾ ബീജഗണിത രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 അങ്ങനെ എക്സ് പ്ലസ് 5 വരെ എക്സ് പ്ലസ് 5 എന്ന് എഴുതുക. എന്നിട്ട് ഇതാണ് നമ്മുടെ നമ്പർ എന്ന് സങ്കല്പിക്കുക. എന്നിട്ടോ 2 അറ്റത്തുള്ള നമ്പറുകളുടെ ഗുണനഫലവും
മിഡിലുള്ള നടുവിലുള്ള സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നടുവിലുള്ളത് ആദ്യം എഴുതുക. കാരണം അതാണ് വലുത് വരിക. മൈനസ് അറ്റത്തുള്ളത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും, 6 തന്നെ കിട്ടും. അപ്പോൾ ഇത്ര മാത്രമാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതേപോലെ തന്നെ താഴെ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ അതേപോലെയുള്ള വേറൊരു ക്വസ്റ്റ്യനും കൂടിയാണുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഇതുകൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ തന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ 36 × 28 എന്ന ഗുണനഫലം വേറൊരു പ്രത്യേക രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇവിടെ 3 × 2 ആദ്യം ചെയ്തു അല്ലെ. 3 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് 36 10ന്റെ വെയിറ്റ് ഉള്ളതാണ് 3. 30 ആണ് ആക്ച്വലി. ഇത് 30 + 6 അല്ലേ 36. അതേപോലെ ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10ന്റെ വെയിറ്റ് ഉണ്ട് അല്ലെ. 2 × 10 + 8 20 + 8 അല്ലെ 28. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 3 × 2 6 ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ 2 ടെൻസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അത് ആ ഒരു ടെൻസ് എന്ന് പറഞ്ഞാൽ 10 × 10 100 ആണ്. ആ പ്രൊഡക്റ്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 100നെ മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം നമ്മൾ എഴുതി 6 × 100. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, നെക്സ്റ്റ് 3 × 8 ചെയ്തു എന്ന് പറഞ്ഞാൽ 10 പവർ ഉള്ളതും യൂണിറ്റ് പവർ ഉള്ളതും. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്തു, 2 × 6 ചെയ്തു. 2 എന്ന് പറഞ്ഞാൽ 10 വെയിറ്റ് ഉള്ളതാണ്, 6 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. ഇപ്പൊ ചെയ്ത 2 നമ്പറും 10ന്റെ 1 × 10 യൂണിറ്റ് × 10 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന വെയിറ്റ് ഉള്ള 10th പൊസിഷനിലുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ കിട്ടുന്ന ആൻസറിനെ കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, 10 മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തത്. നിങ്ങൾ നോക്കിയേ, 3 × 8 + 6 × 2 ഈ കിട്ടിയ ആൻസർ 36 ആണ്. അപ്പൊ അതിനെ കൊണ്ട് നിങ്ങൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, 10 മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് എന്ത് 360 എന്ന് പറയുന്നത് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ 6ഉം 8ഉം ഇത് രണ്ടിന്റെയും വെയിറ്റ് എന്താ, യൂണിറ്റ് ആണ് വെയിറ്റ്, ഒറ്റയാണ് അല്ലെ. ഒറ്റ 10 100 എന്ന് പറയില്ലേ, ഇത് 10ന്റെ വെയിറ്റ് ആണ്, ഇത് 100ന്റെ വെയിറ്റ് ആണ്, ഇത് ഒറ്റയാണ് 1ന്റെ വെയിറ്റ് ആണ്. സോ 6 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ്. ഇവിടെ നിങ്ങൾ അതിനോട് 1 മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 48 × 1 ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടുക, 48 തന്നെയാണ് കിട്ടുക. ഇനി നിങ്ങൾ ഈ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പ്രോഡക്റ്റിന്റെ ആൻസർ കിട്ടും. 48 + 360 + 600 ചെയ്ത് കഴിഞ്ഞാൽ 1008 കിട്ടും. അത് നിങ്ങൾക്ക് എങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ 36 × 28 ചെയ്ത് നോക്കിയാൽ മതി. 6 8 48, ബാക്കി 4, 3 8 24, 2 26, 2 6 12, ബാക്കി 1, 2 3 6 1 7. ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി 8 വരും. 8ഉം 2ഉം 6ഉം 2ഉം ഒരു മിനിറ്റ്, 6 8 48, പിന്നെ എന്തായിരുന്നു 4 3, ബേസിക്കലി 3 8 24, 4 28 അല്ലേ വരിക, 28 ആണ് വരിക, സോറി 28 ആണ് വരിക. ഇനി ഈ 8ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 0 വരും, ബാക്കി 1 വരും. 2 7 9 ആണ്. 9ന്റെ കൂടെ റിമൈൻഡർ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10. സോ 1008 തന്നെ വരും. കണ്ടോ, സെയിം ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ എന്താ, ഗിവ് ബിലോ ഈസ് എ മാത്ത് ഫോർ ദിസ് തിങ്. ഒരു രീതി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ദീസ് ഫോർ സം അതർ പ്രോഡക്റ്റ് ഓഫ് 2-digit നമ്പർ. വേറെ ഏതെങ്കിലും 2-digit നമ്പറിൽ ഇത് പരീക്ഷിക്കാനാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് ഇവിടെ എഴുതാൻ സുഖമാണ് അല്ലെ. സോ ഏറ്റവും ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 36ഉം 28ഉം അല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. 23 × 35 ചെയ്യാം. 23 × 35 ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഇവിടെയുള്ള 10th പൊസിഷൻ നിങ്ങൾ ആദ്യം 2 × 3 ചെയ്യുക. 2 × 3 = എന്താ വരിക, 6 വരും. ഇവിടെ വന്ന അതേപോലെ 6 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 6 × 100 = 600. ഇത് ആദ്യം എടുക്കണം. എങ്ങനെ 100 വന്നത്, ഈ 10th പൊസിഷനും 10th പൊസിഷനും 10 × 10 എന്താ 100 ആണ്. അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 × 3ഉം 3 × 5ഉമാണ്. കാരണം 10th പൊസിഷൻ സോറി 2 × 3 അല്ല പറഞ്ഞത് മാറി. 2 × ബേസിക്കലി 2 × 5ഉം
അതേപോലെ തന്നെ 3 into 3 ആണ് ചെയ്യേണ്ടത്. 3 into 3. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് 10th പൊസിഷൻ ഇൻറ്റു യൂണിറ്റ് പൊസിഷൻ ഇതാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം, 3 into 3, അതും 10th പൊസിഷൻ ഇൻറ്റു എന്താ പറയുക യൂണിറ്റ് പൊസിഷൻ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എന്താ പറയാ 2 into 5 പ്ലസ് 3 into 3 ഈക്വൽ എത്രയാ, 2 5 10 3 9 19 ആണ് വരിക. ഇനി എന്ത് ചെയ്യണം, 19 into 10 190 വരിക, ഈക്വൽ ടു 190 വരും. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 10th into 10th ചെയ്തു, പിന്നെ 10th into 1 അപ്പുറത്തെ 10th ഇപ്പുറത്തെ 1 ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് into യൂണിറ്റ്, അത് 3 into 5 ആണ് ചെയ്യുക. 3 into 5 is equal to 15 വരും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, 15 into 1 equal to 15. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് എന്താ വരിക, 690 790 പ്ലസ് 10 800 805 ആണ് വരിക. 805 ആണ് വരിക, 805. ഇത് വേണമെങ്കിൽ നമുക്ക് അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാ ചെയ്യാ, 23 into 35 ചെയ്താൽ 3 5 15 1 ബാക്കി 1 5 2 10 1 11 3 9 3 2 6 നോക്കിയേ 5 1 9 10 1 6 7 1 8 റിമൈൻഡർ 1 805 കറക്റ്റ് വരും. ഒരു മാറ്റമില്ല, പെർഫെക്റ്റ് ആൻസർ ആണ് അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു, ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ മറ്റു ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ചെയ്തു. ഇനി നമ്മളോട് രണ്ടാമത് പറഞ്ഞത് എക്സ്പ്ലെയിൻ ദിസ് വർക്ക്സ് യൂസിങ് ഓൾജിബ്ര. ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രൂപത്തിൽ വിശദീകരിക്കുക. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ വിശദീകരിക്കുക? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, 10m പ്ലസ് n എന്ന് എഴുതാം. mn എന്നുള്ള നമ്പർ. അതേപോലെ തന്നെ വേറൊരു നമ്പർ pq ആണെന്ന് വിചാരിക്കാം. pqനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10p പ്ലസ് q എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 10m പ്ലസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് mn എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പർ ആണ്. അതേപോലെ തന്നെ pq എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 10p പ്ലസ് q എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 10m പ്ലസ് n ഇൻറ്റു 10p പ്ലസ് ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വരിക 10 into 10 കണ്ടോ, 100 MP എന്നാണ് വരിക. അതേപോലെ 10 MQ പ്ലസ് 10 പ്ലസ് NQ ഇതാണ് വരിക. ഇതിന്റെ മീനിങ് എന്താണ്? മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള 10th പൊസിഷനെ കൊണ്ട് 100 മൾട്ടിപ്ലൈ ചെയ്യണം. 10th പൊസിഷനെ കൊണ്ട് 100 മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിവിടെ എന്താ പറയാ, 10th പൊസിഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ എന്താ പറയാ, ഈ ഒരു m ഇൻറ്റു ഇവിടെയുള്ള q എന്ന് പറയുന്ന ടേമിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, n ഇൻറ്റു pn അതിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഇവിടെയുള്ള യൂണിറ്റ് പൊസിഷനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതാണ് ആക്ച്വലി റീസൺ എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ബേസിക്കലി നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു, 23/35 അല്ലേ? 23/35 ആണ് നമ്മൾ ചെയ്ത എക്സാമ്പിൾ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 100 ഇൻറ്റു ഇവിടെ mn-ലുള്ള m2, അതേപോലെ തന്നെ ഇവിടെ p-ലുള്ള ടേം 3, 2 3 6 ഇൻറ്റു എന്ത് ചെയ്യണം, 100 ചെയ്യണം. ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മളും ചെയ്തത്. അപ്പൊ ബീജഗണിത രൂപത്തിൽ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലെറ്റ് mn ഈക്വൽ ടു ഇത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, pq, നമുക്കൊരു കാര്യം ചെയ്യാം, pq ഇവിടെ എഴുതാം, pq
പി ക്യു ഈക്വൽ ടു ഇത് എഴുതാം. ബി ദ നമ്പേഴ്സ്. മലയാളത്തിലാണെങ്കിൽ എം എൻ, അതേപോലെ എം എൻ കോമ പി ക്യു ആണ് നമ്മുടെ രണ്ടക്ക സംഖ്യകൾ എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഈക്വൽ ഇത് എഴുതുക. എന്നിട്ട് പറയാ ഇത് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ തന്ന അതേ മെത്തേഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആൻസർ ആവും. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.